ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഏത് നക്ഷത്രക്കാരുണ്ടെങ്കിലും ഈ ഒരു നക്ഷത്രത്തിൽ പറഞ്ഞ ആൾ കൂടി ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അതിസമ്പന്ന യോഗം, അതിസമ്പത്തിൻ്റെ യോഗം ഉറപ്പായിട്ടും വരുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു അച്ഛൻ ഒരു നക്ഷത്രം, അല്ലെ അമ്മ ഒരു നക്ഷത്രം, അങ്ങനെ പല നക്ഷത്രക്കാർ കാണും. അത് ഏത് നക്ഷത്രക്കാരുണ്ടെങ്കിലും ഞാനീ പറയുന്ന ഒരു നക്ഷത്രം കൂടെ അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ അതിസമ്പത്ത് വരുന്ന യോഗം, അല്ലെ വലിയ ഭൂമി സമ്പത്തൊക്കെ വാങ്ങി വലിയ സമ്പന്നതയെ കഴിയാനുള്ള യോഗം, അല്ലെങ്കിൽ ലക്ഷാധിപനോ കോടീശ്വരനോ ഒക്കെ ആകാനുള്ള യോഗം ആ വീട്ടിൽ ഉള്ളവർക്ക് കൈവരുമെന്നുള്ളതാണ്. ആ വീട്ടിലെ അവസ്ഥ പെട്ടെന്ന് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഒരു ആരും പറയാത്ത ചില രഹസ്യങ്ങൾ, അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലായാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത സന്തോഷം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, എല്ലാ നക്ഷത്ര രഹസ്യങ്ങളെ DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള അത് നക്ഷത്ര രഹസ്യങ്ങളെ, പിന്നെ ഏതു നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഈ ഒരു നക്ഷത്രം കൂടെ വന്നാൽ ആ വീട്ടിലേക്ക് വലിയ സമ്പത്തും ഐശ്വര്യം വരുമെന്നുള്ളതാണ്. അതേത് നക്ഷത്രമാണ് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇതെന്നേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ജീവിതം മാറുന്ന വലിയൊരു അനുഭവമായിരിക്കും ഈ അറിവുകൾ. ഇതിന് പകരം വയ്ക്കാൻ യാതൊന്നുമില്ല. വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത, ജീവിതം എന്നേക്കുമായി മാറ്റുന്ന അപൂർവമായ, വേറെ ആരും പറഞ്ഞു തരാത്ത ആ തമിഴ് സിദ്ധ ജ്യോതിഷ നക്ഷത്ര രഹസ്യങ്ങളും, പിന്നെ ഭഗവാൻ മുരുകൻ്റെ ചില രഹസ്യങ്ങളും, പിന്നെ രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട 2 ബീജമന്ത്രം, സമ്പത്തും വശ്യവും വരുന്ന, ഇത് മുഴുവൻ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഒന്നും മിസ് ചെയ്യാതെ ശ്രദ്ധയോടുകൂടി കാണുക. ആവശ്യമുള്ളവർ എഴുതി വെക്കുകയും കൂടെ ചെയ്യുക. ജീവിതത്തിൽ എന്നേക്കുമായി സർവ ഐശ്വര്യങ്ങളെ, വശ്യം, സമ്പത്ത് എന്ന് വേണ്ട ഈശ്വരനെ നിങ്ങൾ അറിയും. സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യമാണ്. എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതെല്ലാം ഈശ്വരനെ തന്നെ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും, സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഇന്നൊരു കാര്യം ചെയ്ത് നാളെ ഫലം വരണമെന്നില്ല. പക്ഷേ വിശ്വാസത്തോടെ ചെയ്താൽ പെട്ടെന്ന് ഫലം വരാം, അല്ലെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതെല്ലാം എന്താണോ നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ആ രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. വിശകലനം ആവശ്യമുള്ളവർ വാട്സപ്പ് ഇട്ടാൽ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇതുപോലെ ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഏതൊരു കാര്യം ചെയ്താലും ആത്മാർത്ഥമായിട്ടേ ചെയ്തിട്ടുള്ളൂ. ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ എനിക്ക് സത്യസന്ധമായി ആ ഹൃദയത്തിൽ തട്ടി അല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് റിസർച്ച് ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് മണിക്കൂറുകൾ ഇതിൻ്റെ പുറകിൽ ചെലവഴിച്ചിട്ട് ഒരു വീഡിയോയിൽ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ നോക്കുമ്പോൾ പറയുന്നു, അതിൻ്റെ പുറകെ ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് സമയങ്ങൾ അതിൻ്റെ പുറകെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ കാര്യം പറഞ്ഞു തരുന്നത്. ഓരോ കാര്യം പറഞ്ഞു തരുമ്പോൾ എനിക്ക് നിർബന്ധമുണ്ട്, അത് കാണുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റം ഉണ്ടാക്കണം. ഒരുപാട് സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവർ ഈശ്വരനെ അറിയണം. എൻ്റെ വീഡിയോ എല്ലാം ഈശ്വരനെ അറിയുന്ന, ഈശ്വരനിലൂടെ കടന്നു പോകുന്ന ദിവ്യമായ നല്ല നന്മയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നും ഇത് വലിയ ഒരു അനുഭവമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരിടത്തും ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല കേട്ടോ. അത് നിങ്ങൾക്കത്
കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരാളും പറഞ്ഞു തരത്തില്ല. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആ ആത്മീയതയുടെ വഴി സഞ്ചരിക്കുന്ന ആളാണ്. എനിക്ക് വേറെ ഒന്നുമില്ല. ആ ഈശ്വരീയമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. അത് മാത്രമായിട്ട് അത് മാത്രമായിട്ട് ലയിച്ച് സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ചതും ഇപ്പം പല ശിവവിദ്യകളെ ഈശ്വരീയമായ കാര്യങ്ങളെ ചെയ്യുന്നില്ല. എനിക്ക് വേറൊരു ചിന്തയില്ല. ഞാൻ അത് ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ആളല്ല. ഞാൻ ധാരാളം ആളുകൾക്ക് കൺസൾട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം വന്നു. അല്ലാതെ വേറെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും. എന്തുകൊണ്ടാണ്? എനിക്ക് അനുഭവമുണ്ട്. മനസ്സിലായില്ലേ? അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് പലതും പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ നല്ല കാര്യങ്ങൾ, ജീവിതം മാറ്റിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ നമ്മുടെ വീട്ടില് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്ഛൻ ഉത്ര നക്ഷത്രം, അമ്മ തൃക്കേട്ട നക്ഷത്രം, ഉദാഹരണം പറയുന്നേ ഉള്ളൂ. മൂത്ത മകൻ ചതയ നക്ഷത്രം, ഇളയ മകൻ കാർത്തിക നക്ഷത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങളുടെ വീട്ടിൽ ഏത് നക്ഷത്രം ഉണ്ടായാലും, അതായത് ഉത്രം, തൃക്കേട്ട, ചതയം, ഈ 3 നക്ഷത്രമാണെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും മൂത്ത മകനും. ഇളയ മകൻ കാർത്തികയാന്ന് വിചാരിച്ചു. ഈ കാർത്തിക എന്ന് പറഞ്ഞ ഒരു നക്ഷത്രം മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, ഈ കാർത്തിക ഒരു നക്ഷത്രം മാത്രമല്ല, അങ്ങനെ 4 നക്ഷത്രമുണ്ട് കേട്ടോ. അതിൽ ഒരു നക്ഷത്രമാണ് കാർത്തിക. ബാക്കി നക്ഷത്രങ്ങൾ ഞാൻ മുഴുവൻ കേൾക്കുക കേട്ടോ. അപ്പം കാർത്തിക എന്നൊരു നക്ഷത്രം കൂടെ വരുന്നത് വിചാരിക്കുക. ഇനിയും നിങ്ങളുടെ വീട്ടിൽ ഇപ്പം അച്ഛൻ വിശാഖം, അമ്മ ചോതി, സഹോദരൻ ഉത്രാടം, വേറൊരു സഹോദരൻ പൂരം, ഇങ്ങനെ മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ പൂരം വരിക. അപ്പം മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ കാർത്തിക വരിക, മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ പൂരം വരിക. ഇനി നിങ്ങളുടെ വീട്ടിൽ പൂരാട നക്ഷത്രം അച്ഛൻ, വിശാഖം അമ്മ, പിന്നെ പൂരുരുട്ടാതി സഹോദരൻ, അതുപോലെ ഭരണി സഹോദരി. ഇനി വീട്ടിലെ ഏറ്റവും ഇളയ സഹോദരൻ കാർത്തികയാന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിപ്പം അച്ഛന് അശ്വതി നക്ഷത്രം, അമ്മ ആയില്യ നക്ഷത്രം, സഹോദരി അനിഴ നക്ഷത്രം, ഏറ്റവും ഇളയ സഹോദരി മൂല നക്ഷത്രം. അപ്പം കാർത്തിക, പൂരം, മൂലം, അതുപോലെ തന്നെ രേവതി. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ രോഹിണി നക്ഷത്രം, അമ്മ ഉത്ര നക്ഷത്രം, പിന്നെ മൂത്ത മകൻ പൂരാട നക്ഷത്രം, ഇളയ മകൻ രേവതി നക്ഷത്രം. അപ്പം ഈ മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ, അത് അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ആരും ആയിക്കോട്ടെ, ആ ഒരു വീട്ടിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ, നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഈ മറ്റു നക്ഷത്രങ്ങളിൽ കൂടെ കാർത്തികയോ പൂരമോ മൂലമോ രേവതിയോ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം വരികയാണെങ്കിൽ ഉറപ്പാണ് ആ വീട്ടിലേക്ക് സമ്പത്തിന്റെ ആ യോഗം ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ അശ്വതി, ആയില്യം, അനിഴം, ഭരണി, മകം, പൂരം, ഉത്രട്ടാതി, രോഹിണി, ഉത്രം, പൂരാടം, മകയിരം, അത്തം, ഉത്രം, തിരുവാതിര, ചിത്തിര, തിരുവോണം, പുണർദം, ചോതി, അവിട്ടം, പൂയം, വിശാഖം, ചതയം, ഇതേതെങ്കിലും നാളുകളുണ്ടെന്ന് വിചാരിക്കുക. അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മുത്തച്ഛനോ മുത്തശ്ശിയോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഏതും ആയിക്കോട്ടെ. ഇതിലേതെങ്കിലും നക്ഷത്രങ്ങൾ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ നക്ഷത്രങ്ങൾ വരുന്നതിൻ്റെ കൂടെ ഒരാൾ, ഒന്നുകിൽ പൂരം, അല്ലെങ്കിൽ കാർത്തിക, അല്ലെങ്കിൽ മൂലം, അല്ലെങ്കിൽ രേവതി, ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം കൂടെ വന്നാൽ ആ വീട്ടിലേക്ക് അതിസമ്പന്നമായ സമ്പത്തിന്റെ യോഗം വരും. ഒരു സംശയം വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇനിയും ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട്ടില് ഈ മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ 2 പൂരം വരിക, 2 കാർത്തിക വരിക, 2 മൂലം വരിക, 2 രേവതി വരിക. ഇനി അതല്ല, മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഒരു കാർത്തികം പൂരം വരിക, അല്ലെ ഒരു പൂരം മൂലം വരിക, അല്ലെ ഒരു മൂലം രേവതിയും വരിക,
അല്ലെങ്കിൽ ഒരു കാർത്തിക മൂലം വരിക, അല്ലെങ്കിൽ ഒരു പൂരം രേവതിയും വരിക. ഈ കാർത്തിക, പൂരം, മൂലം, രേവതി ഈ 4 നാളുകളിൽ ഏതെങ്കിലും ഒന്ന് 2 പ്രാവശ്യം വരികയോ അല്ലെങ്കിൽ ഈ 4 നാളുകളിൽ ഏതെങ്കിലും 2 നാളോ 3 നാളോ ആവർത്തിക്കുകയോ ചെയ്താൽ ആ വീട്ടിലെ കുറേ ഉയർച്ചയ്ക്ക് കുറേ തടസ്സങ്ങൾ ഉണ്ടാകും. അതായത് സാമ്പത്തിക തടസ്സങ്ങൾ, ഇപ്പം ഗൾഫിലൊക്കെ പോയാലും പിടിച്ചു നിൽക്കാതെ തിരിച്ചു വരിക, തൊഴിൽ തടസ്സങ്ങൾ, കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ദുരിതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതായത് കാർത്തിക, പൂരം, മൂലം, രേവതി ഈ 4 നക്ഷത്രവും DNA ആസ്ട്രോളജി അനുസരിച്ച് ചൊവ്വ കർമ്മയും വ്യാഴകർമ്മയും ഉള്ള നക്ഷത്രങ്ങളാണ്. അപ്പം ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറ്റു നക്ഷത്രങ്ങൾ കൂടെ വന്നാൽ അതിസമ്പന്നമായ രാജയോഗം ആ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരാൻ സാധ്യതകളുണ്ട്. പിന്നെ നമ്മളിവിടെ അതിനുവേണ്ടിയുള്ള പ്രയത്നവും ചെയ്യണം. പക്ഷേ ഈ 4 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 2 പ്രാവശ്യം വരിക, മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഏതെങ്കിലും ഒന്ന് 2 പ്രാവശ്യം വരിക, അല്ലെങ്കിൽ ഈ 4 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും 2 നക്ഷത്രങ്ങളോ 3 നക്ഷത്രങ്ങളോ ആവർത്തിക്കുക. ഇപ്പം കാർത്തിക മൂലം വരിക, മൂലം പൂരവും വരിക, അല്ലെ പൂരവും രേവതിയും വരിക. ഇങ്ങനെ 2 നക്ഷത്രങ്ങളിൽ ഈ 2 നക്ഷത്രങ്ങൾ, ഈ 4 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും 2 നക്ഷത്രങ്ങളോ 3 നക്ഷത്രങ്ങളോ ആവർത്തിക്കുക, അല്ലെ ഒരു നക്ഷത്രം തന്നെ 2 തവണ വരിക. ഇങ്ങനെ വന്നാൽ വളരെ പ്രതിസന്ധികൾ, പിന്നെ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക, സാമ്പത്തികമായ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ബ്ലോക്ക് ആകുക, കലഹങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളെ, ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ, ഇതൊക്കെ ഇതിനുള്ള ചെറിയ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞാൽ ചെറിയ ചെറിയ സാധ്യതകളുണ്ട്. അത് വലിയ ദോഷങ്ങളൊന്നുമല്ല, അതൊക്കെ മാറുക തന്നെ ചെയ്യും, വലിയ ദോഷമുള്ള കാര്യമല്ല. പിന്നെ ചില ഒരു പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ ഈ മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഈ 4 നക്ഷത്രത്തിൽ കാർത്തിക, മൂലം, പൂരം, രേവതി അതിൽ ഒരെണ്ണം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ അതിസമ്പന്നമായ രാജയോഗം ആ വീട്ടിൽ ഉണ്ടായി വരും. സമ്പത്തിന്റെ സത്യമായ ഒരു രഹസ്യമാണ്. അപ്പൊ ഇതിന് ഇനിയും നിങ്ങളുടെ വീട്ടില് ഈ മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഈ 4 നക്ഷത്രത്തിൽ കാർത്തിക, മൂലം, പൂരം, രേവതി ഒരെണ്ണം വരുന്നു എന്ന് വിചാരിക്കുക. കാർത്തിക ആയിക്കോട്ടെ, മൂലമായിക്കോട്ടെ, പൂരമായിക്കോട്ടെ, രേവതി ആയിക്കോട്ടെ. അപ്പോഴേ ചിലപ്പം ഈ വീടിന്റെ ദോഷങ്ങളെ അല്ലെങ്കിൽ മറ്റു നക്ഷത്രക്കാരുടെ കർമ്മദോഷങ്ങൾ, അതുകൊണ്ടൊക്കെ ചിലപ്പം ചെറിയ രീതിയിൽ ഒരു സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് തടസ്സപ്പെടാമെങ്കിൽ പോലും പിന്നീട് അതിസമ്പന്നമായ രാജയോഗത്തിലേക്ക്, സാമ്പത്തിക യോഗത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാനും, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഈ മറ്റു നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ 2 പൂരമുണ്ട്, അല്ലെ 2 മൂലമുണ്ട്, അല്ലെ 2 രേവതിയുണ്ട്, അല്ലെ ഒരു കാർത്തികേയ മൂലമുണ്ട്, അല്ലെ ഒരു കാർത്തികേയൻ രേവതിയുണ്ട്, അല്ലെ ഒരു കാർത്തികേയൻ പൂരമുണ്ട്, അല്ലെ പൂരം മൂലമുണ്ട്, അല്ലെ രേവതിയും മൂലമുണ്ട്, അല്ലെ രേവതിയും കാർത്തികയുണ്ട്, അല്ലെ രേവതിയും മൂലം പൂരമുണ്ട്, അല്ലെ കാർത്തികേയൻ മൂലവും കാർത്തിക മൂലം പൂരമുണ്ട്, അല്ലെ പൂരം മൂലം രേവതിയുണ്ട്. ഇങ്ങനെ 2 നക്ഷത്രങ്ങളോ അല്ലെ 3 നക്ഷത്രങ്ങളോ ആവർത്തിക്കുന്നെങ്കിൽ, അല്ലെ ഒരു നക്ഷത്രം തന്നെ 2 തവണ ആവർത്തിക്കുന്നെങ്കിൽ കുറച്ച് തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകണമെന്നില്ല. മറ്റുള്ളവരുടെ ജനിച്ച സമയവും നക്ഷത്രത്തിന്റെ ഇതുമൊക്കെ ബാധിക്കാം. എങ്കിൽ തന്നെയും കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, പിന്നെ വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാരുടെ കൊണ്ട് തന്നെ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുന്ന അർത്ഥമില്ല. മറ്റു നക്ഷത്രക്കാരും ജനിച്ച സമയം ഒക്കെ ആശ്രയിച്ചിരിക്കും. എങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കാര്യത്തിനും, അതായത് മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ ഈ 4 നക്ഷത്രങ്ങളിൽ ഒന്ന് വന്നാലും അപ്പോൾ ഉയർച്ച ഉണ്ടാകും. എങ്കിൽ അത് ഇച്ചിരി സ്പീഡപ്പ് ആക്കാനും, പിന്നെ അല്ലെങ്കിൽ ഈ 4 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും നക്ഷത്രങ്ങൾ ഒരെണ്ണമോ 2 എണ്ണമോ അല്ലെ 3 എണ്ണമോ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ചെയ്യേണ്ട കൃത്യമായ ഒരു പരിഹാരമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി എന്താണെന്നറിയോ? നിങ്ങളുടെ ദേശദേവത, ഇപ്പം ദേശദേവതയായ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചകൾ ദർശനം നടത്തി തൊഴുക. പറ്റുമെങ്കിൽ കടുംബായുസവും ഭാഗ്യസ്വപ്ന പുഷ്പാഞ്ജലിയും ചെയ്യുക. കുളത്തിൽ മലര് കൊണ്ട് മീനൂട്ട് ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകളും പക്കനാളിനും ആവർത്തിക്കുക. ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ, നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരെയുള്ള അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഗുരുവായൂരോ അങ്ങനെ വിശേഷ്യ ചൈതന്യം കൂടുതലുള്ളത് മാസത്തിലൊന്ന് പോവുക. അന്നദാനം അവിടെ ഉണ്ടെങ്കിൽ അന്നദാനം ചെയ്യുക. ഭഗവാൻ ഉണ്ണിക്കണ്ണന് വെണ്ണ കൊടുക്കുക. അപ്പം ഇതിപ്പം മറ്റു നക്ഷത്രങ്ങളുടെ കൂടെ കാർത്തിക,
മൂലം, പൂരം, രേവതി, അതിൽ ഒരു നക്ഷത്രം വന്നാൽ ഒന്നും ചെയ്തില്ലേ പോലും അതിസമ്പത്തിലേക്ക് വരും. ഇനിയും ഈ 4 നക്ഷത്രത്തിൽ ഒരെണ്ണം തന്നെ 2 പ്രാവശ്യം വരുമോ അല്ലെങ്കിൽ 2 എണ്ണം ആവർത്തിക്കുകയോ ചെയ്താൽ കുറച്ച് പ്രതികൂലതകൾ ഉണ്ടാകും. അപ്പം അതിന് ഈ വഴിപാട് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. വളരെ പെട്ടെന്ന് ആ കുടുംബം രക്ഷപ്പെടും, രക്ഷപ്പെട്ടിരിക്കും, അതിൻ്റെ സംശയമൊന്നും വേണ്ട. ധാരാളം ഭൂമി, ധാരാളം വീട്, ഒന്നിലധികം വാഹനങ്ങൾ. കാരണം ഞാനീ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുള്ളവർ വരെ ഇന്ന് ധാരാളം ഭൂമി, പല വീടുകള്, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ ഉണ്ടായി ജീവിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ മതി, പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. ലളിതമായ നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഒരു തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള ചില രഹസ്യങ്ങളാണ്. ഈ DNA അസ്ട്രോളജി അല്ലെങ്കിൽ തമിഴ് ശുദ്ധ ജ്യോതിഷം എന്ന് വെച്ചാൽ കർമ്മ ബേസ് ചെയ്ത കർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി തന്നെയാണ് നമ്മുടെ വിധി. നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഈ ജന്മങ്ങൾ അനുഭവിക്കുന്നത്. അത് ഈശ്വരൻ കൈകടത്തത്തില്ല. കർമ്മയിൽ ഈശ്വരൻ കൈ കടത്തത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. കർമ്മത്തിന് ശക്തി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ജപം, ധ്യാനം, പ്രാർത്ഥന, ഇതിലൊക്കെ കുറച്ച് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ കൂടുതൽ മാറ്റം വരുത്താൻ പറ്റുന്നത് നമ്മുടെ സത്പ്രവൃത്തി കൊണ്ടും സത്ചിന്തകൾ കൊണ്ടുമാണ്. കർമ്മം കൊണ്ടാ, പ്രവൃത്തി കൊണ്ടാ. കർമ്മത്തിന് ശക്തിയുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളോട് ഒരാൾ വഴി ചോദിക്കുന്നു, നിങ്ങൾ കൃത്യമായിട്ടൊരു വഴി പറഞ്ഞു കൊടുത്ത് അയാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറൊരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ ഒരാൾ ഹെൽപ്പ് ചെയ്യും. അതാ കർമ്മത്തിന്റെ ശക്തി. ഇതെനിക്കത് ഒരുപാട് അനുഭവമുള്ളതാണ്. കർമ്മത്തിന് ശക്തിയുണ്ട്. ഈ കർമാസിനെ അല്ലെ നിങ്ങളുടെ പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഫലത്തെയും ബേസ് ചെയ്താണ് DNA അസ്ട്രോളജി അല്ലെ തമിഴ് ശുദ്ധ ജ്യോതിഷം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മളെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിധിയെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയുള്ളതാണ് തമിഴ് ശുദ്ധ ജ്യോതിഷത്തിലൂടെ പറയുന്നത്. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഇപ്പം അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി, ഈ നാല് നാളുകാർ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് സൂര്യകർമ്മയും വ്യാഴകർമ്മയും ഉള്ളവരാണ്. അപ്പം ഇവരെന്ത് ചെയ്യണം? സൂര്യകർമ്മ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം, നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. വ്യാഴകർമ്മ എന്ന് പറഞ്ഞാൽ ഈ ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വഴി കാട്ടാം, അഡ്വൈസ് കൊടുക്കാം. ഇങ്ങനെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് കർമ്മത്തിന്റെ രഹസ്യം. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, ഈ 4 നക്ഷത്രക്കാർ DNA അസ്ട്രോളജി അനുസരിച്ച് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും ഉള്ളവരാണ്. അപ്പം എന്ത് ചെയ്യണം? ചന്ദ്രകർമ്മയാകുമ്പോൾ പൊതുപ്രവർത്തനങ്ങൾ, അതുപോലെ ഫുഡ് സംബന്ധമായ, ഇപ്പം ഒരു പരിപാടി നടക്കുന്നു, ഒരു ഘോഷയാത്ര നടക്കുന്നു, ആളുകൾക്ക് വെള്ളം കൊടുക്കുക, അല്ലെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അന്നദാനം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അന്നദാനം ചെയ്യുക. പിന്നെ വ്യാഴകർമ്മ അഡ്വൈസ് കൊടുക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. ഈ കർമ്മത്തിലൂടെ, പ്രവൃത്തിയിലൂടെ ജീവിതം മാറും. അതാണ് കർമ്മരഹസ്യം. അതാണ് സിദ്ധന്മാരുടെ അസ്ട്രോളജി. അതാണ് തമിഴ് ശുദ്ധ ജ്യോതിഷം. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞ പല കർമ്മങ്ങളും ഈ പ്രവൃത്തി മാറ്റിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ്. കാരണം എൻ്റെ 10ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴകർമ്മ എന്ന് വെച്ചാൽ എന്നാ? അഡ്വൈസ്, നല്ല കാര്യങ്ങൾ, വഴികാട്ടി, ഗുരു, ഇതൊക്കെയാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ നല്ല കാര്യം മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. ഒരുത്തിനെ ചുമ്മാ ഈ പൊട്ടത്തരങ്ങളും ഒരുത്തിനെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും ഒന്നും ഞാൻ പറയത്തില്ല. ഹൃദയത്തിൽ നിന്ന് നന്മയുള്ള അനുഭവമുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ജീവിതം മാറും, മനസ്സിലാക്കി ചെയ്താൽ. അങ്ങനെ നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ എനിക്ക് നല്ലത് തന്നെ പറയാനുള്ള ജ്ഞാനം നൽകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചെറിയ കളിയല്ല, കർമ്മത്തെ തൊട്ടുള്ള കളിയാണ്. ഇതാണ് അറിയേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ജീവിതം മാറുന്നത്. പിന്നെ രോഹിണി, ഉത്രം, പൂരാടം, ഈ നക്ഷത്രക്കാർ ബുധകർമ്മയും ശനികർമ്മയും വരുന്നവരാണ്. ബുധകർമ്മ വന്നാൽ എന്ത് ചെയ്യണം? നല്ല ബുദ്ധിപരമായി നല്ല നോളജ്, ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ ആളുകളുമായിട്ട് പുലർത്തുക. ശനികർമ്മ വരുമ്പോൾ ആ ആളുകളുടെ ദുരിതം മാറാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും. ഞാൻ അങ്ങനെയുള്ളവരോട് പറയാറുണ്ട്, നിങ്ങൾ അന്നദാനം ചെയ്യുക, അല്ലെ ആശുപത്രിയിൽ കിടക്കുന്നവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ സഹായിക്കുക. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ജെന്യുവനായിട്ടുള്ള ആളുകളായിരിക്കണം, ഫ്രോഡുകൾക്ക് ചെയ്യരുത്. ഇനി ഈ സേവനം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്ന തട്ടിപ്പ് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫ്രോഡുകളെ നമ്മൾ അടുപ്പിക്കുകയോ ചെയ്യരുത്. ജെന്യുവനായിട്ട് നമുക്കൊരാൾക്ക് സഹായം വേണം, നമ്മളെ കൊണ്ട് ചെയ്യാൻ സ്ഥിതി ഉണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് ബോധ്യപ്പെടണം ചെയ്യുന്നത്. അതാണ് ഈശ്വരന് ചെയ്യുന്ന സേവ. അതാണ്
മാനവസേവ, മാധവസേവ എന്ന് പറയുന്നത്. മനസ്സിലായി? അത് ലൈഫ് ചേഞ്ച് ആക്കും, സംശയം വേണ്ട. അതിന് ഇന്നലെ നാളെ ഫലം കിട്ടും. പിന്നെ പ്രാർത്ഥനയും ജപവും വഴിപാടും ഒക്കെ നല്ലത് തന്നെയാണ്. അത് ഒരു പരിധി വരെ ജീവിതം മാറ്റും. പിന്നെ ബാക്കി കർമ്മത്തിനനുസരിച്ച് ജീവിതം മാറും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും മകേരം, അത്തം, മകേരം, അത്തം, ഉത്രാടം. ഇപ്പം ഈ നാളുകാര് വ്യാഴകർമ്മ, രാഹുകർമ്മയും വരുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വ്യാഴകർമ്മയും രാഹുകർമ്മയും വരുന്നതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറും. ഈ മകേര നാൾ ജനിച്ച ഒരാൾ, അല്ലെ അത്തം നാളിൽ ജനിച്ച ഒരാൾ, അല്ലെ ഉത്രാടം നാളിൽ ജനിച്ച ഒരാൾ ഒരു നേഴ്സാണെന്ന് വിചാരിച്ചു. അപ്പം അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് ആളുകളോട് ഒരു സ്നേഹം കാണിക്കുക, ഒരു കരുണ കാണിക്കുക, ഒരു ഹെൽപ്പ് ചെയ്യുക. ദൈവം അവിടെ പ്രവർത്തിക്കും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഒരിക്കലും അവരുടെ മക്കൾ നോക്കാതിരിക്കത്തില്ല. ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ മുട്ടു വരത്തില്ല, ആഹാരത്തിനോ ഒന്നിനും. അവിടെ ഈശ്വരൻ പ്രവർത്തിക്കും. അതാണ് ഈ കർമ്മരഹസ്യം എന്ന് പറയുന്നത്. ഇനി തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നാളുകാർ ശുക്രകർമ്മയും ചന്ദ്രകർമ്മയും ഉള്ളവരാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? ഈ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങളുടെ അവിടുത്തെ അടുത്ത അമ്പലത്തിൽ സപ്താഹം നടക്കുന്നു, ധാരാളം ആളുകൾ വരുന്നു. അവിടെയൊക്കെ നല്ല നല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ ചെയ്യുക, സഹായിക്കുക. അല്ലെങ്കിൽ പൊതുജന പരിപാടികൾ നല്ല രീതിയിൽ ചെയ്യുക, അല്ലെ പൊതുജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസർഗം ചെയ്യുക, നല്ല പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും എന്നുള്ളതാണ്. പുണർതം, ചോതി, അവിട്ടം ശനികർമ്മയും ചൊവ്വാകർമ്മയും വരുന്നു. അപ്പോൾ ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ ദുരിതം അനുഭവിക്കുന്നവരെ ഒരു കൈത്താങ്ങായിട്ട് സഹായിക്കുക. ഈ അനാഥാലയങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഒക്കെ പോയി ആ പ്രായമുള്ള അമ്മമാരോടൊക്കെ ഇരുന്ന് അല്പനേരം സമയം ചെലവഴിക്കുക, അവർക്ക് അല്പം സന്തോഷം കൊടുക്കുക, പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഏറ്റവും പ്രധാനം അവർക്ക് കുറച്ച് സന്തോഷം, അവരുടെ കൂടെ ചെറിയ സമയം ചെലവഴിച്ച് അവരുടെ സന്തോഷം കൊടുക്കുക. പിന്നെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. വളരെ ലൈഫ് ചേഞ്ച് ആകും. പുണർദമല്ല, ക്ഷമിക്കുക, പൂയം, വിശാഖം, ചതയം. പൂയം, വിശാഖം, ചതയം. ഒന്നുകൂടെ പറയാം. ഈ മനുഷ്യനാണല്ലേ, പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇടയ്ക്ക് തെറ്റ് വന്നാൽ സദയം ക്ഷമിക്കുക. ഇതെല്ലാം കൂടെ ചിലപ്പോൾ ഓർത്ത് പറയാനും അതിനെ കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടേ പറയുന്നത്. മനുഷ്യനല്ലേ, പല കാര്യങ്ങളാണ്, പല ചിന്തകളാണ്. എനിക്ക് ഒരു കാര്യം മാത്രമല്ലല്ലോ, എത്ര ആളുകളുടെ പല കാര്യങ്ങളും ഓരോ നിമിഷവും വാട്സപ്പിൽ വരുന്നതിനും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചില തെറ്റുകൾ വന്നാലും സദയം ക്ഷമിക്കുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില തെറ്റുകൾ വന്നാലും കേട്ടോ, സദയം ക്ഷമിക്കുക. ഞാൻ പരമാവധി ഓർത്ത് ശരിയായിട്ട് പറയാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം പുണർതമല്ല, തെറ്റിപ്പോയതാണ്. ഒന്നുകൂടെ പറയാണ്. പൂയം, വിശാഖം, ചതയം. ഒന്നുകൂടെ പറയാം, വ്യക്തമാക്കാം. പൂയം, വിശാഖം, ചതയം ഈ നാളുകാർ രാഹുകർമ്മയും ചന്ദ്രകർമ്മയും ഉള്ളവരാണ്. അപ്പൊ എങ്ങനെ ഇവരുടെ കർമാസ് ന്യൂട്രലൈസ് ചെയ്യാം, പെട്ടെന്ന് മാറ്റം വരുത്താം? പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. വിശാഖം നാളിലുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരൊരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അതൊരു ഡ്യൂട്ടി ആയിട്ട് കാണാതെ അയാൾക്ക് മനസ്സിന് ഇച്ചിരി സന്തോഷം കൊടുക്കുക, അയാളെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഒരു 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 അവരുടെ ഡ്യൂട്ടിക്ക് അപ്പുറത്തൊരു സേവനം കൊടുക്കുക. ഈശ്വരൻ ആ വ്യക്തി പ്രവർത്തിക്കും. അയാളുടെ കർമാസ് ന്യൂട്രലൈസ് ആവും, അവരുടെ കർമ്മദോഷങ്ങൾ മാറും, ജീവിതത്തിലേക്ക് ഈശ്വരാനുഗ്രഹം വരും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് കർമ്മരഹസ്യം കേട്ടോ. കർമ്മരഹസ്യത്തിലൂടെയാണ് ജീവിതം പെട്ടെന്ന് മാറുന്നത്. ഇനി മുരുകന്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനീ പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവൊന്നുമില്ല, എനിക്ക് കഴിവൊന്നുമില്ല. ഇത് ഈശ്വരൻ തരുന്നു. ഞാൻ എപ്പോഴും ആ ഈശ്വരനെ ധ്യാനിച്ചിരിക്കുന്ന വ്യക്തിയാണ്, ആ ശാസ്ത്രത്തെ ധ്യാനിക്കുന്ന ആ ഈശ്വരൻ തരുന്നു പറഞ്ഞു തരുന്നല്ല. അത് എൻ്റെ കഴിവൊന്നുമില്ല എൻ്റെ അകത്ത് കേട്ടോ, എനിക്കൊരു കഴിവുമില്ല. ഇത് കണ്ടോ, ഇത് വേല്. ഈ വേല് കടയിലൊക്കെ കടയിലെന്ന് പറഞ്ഞാൽ ഏത് കടയിലാണ്? ഇപ്പം നമ്മൾ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. അതുപോലെ പെരുന്ന മുരുക ക്ഷേത്രത്തിൽ. അപ്പൊ ഇതുപോലെ ഈ മുരുകക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട കടകളിലൊക്കെ കാണും. ചെറിയ വേല കേട്ടോ, അടുത്ത് കാണിക്കും വലുതായിട്ട് തോന്നും, പക്ഷെ ചെറിയ വേല. ഇങ്ങനെ ഒരു വേല് മേടിക്കുക, നല്ല ഭംഗിയാണ് കേട്ടോ നോക്കിയാൽ. ചെറിയ വേല ഇതുപോലെ ഒരെണ്ണം മേടിക്കുക. മേടിച്ചിട്ട് ഈ വേല് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഈ മന്ത്രം ജപിക്കുക. ഓം വേൽമുരുക, ഓം വേൽമുരുക, ഓം വേൽമുരുക. വടക്കോട് തിരിഞ്ഞൊന്ന് ജപിക്കണം. രാവിലെയും സന്ധ്യയ്ക്കും ചെയ്യാം. മുരുക മുരുക മുരുക, ഭഗവാനെ എന്നെ സംരക്ഷിക്കണേ, എനിക്ക് സമ്പത്ത് നൽകണേ, എന്നെ നയിക്കണേ, ജീവിതത്തിലേക്ക് എനിക്ക് അന്നൊന്ന് ജീവിക്കാൻ വേണ്ട എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും നൽകണേ ഭഗവാനെ. അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദി, മഹത്വം.
എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വേൽ നിങ്ങൾക്ക് എവിടെ വേണേലും വെക്കാം, വീട്ടിലോ ഒക്കെ വയ്ക്കുക. രാവിലെയും വൈകിട്ടും ഇത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ മന്ത്രം ജപിച്ച്. ഓം വേൽ മുരുക വാ കൊണ്ട് ജപിക്കണം കേട്ടോ, വടക്കോട്ട് തിരിഞ്ഞത്. നിങ്ങളെ ജീവിതത്തിൽ ഒരു വ്യക്തി വിചാരിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേലിന്റെ ശക്തിയാണത്. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. സകല ശത്രു ദോഷങ്ങളും മാറിക്കിട്ടും, തടസ്സങ്ങൾ മാറിക്കിട്ടും, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ മുരുകന് ഏതെങ്കിലും ഒരു ദിവസം പോയി മുരുകന് ഇഷ്ടമുള്ള ആ ക്ഷേത്രത്തിൽ മുരുകൻ ഏറ്റവും ഇഷ്ടമുള്ള എന്നാന്ന് ചോദിക്കുക. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ അത് ചെയ്യുക. നിവേദ്യങ്ങൾ ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പഞ്ചാമൃത അഭിഷേകം, അല്ലെങ്കിൽ നിവേദ്യം ഉണ്ടല്ലോ മുരുകൻ ഇഷ്ടമുള്ള അത് കൊടുക്കുക. അങ്ങനെ നിവേദ്യങ്ങൾ, ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യം അവിടെ ഏതാണെന്ന് തിരുമേനിയോട് ചോദിച്ചിട്ട് അത് കൊടുക്കുക. മാസത്തിലൊന്ന് ചെയ്താലും മതി. ഏതെങ്കിലും ഒരു ഞായറാഴ്ച, ഏതെങ്കിലും ചൊവ്വാഴ്ച. നമ്മുടെ ഒരു ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മൾ ചെയ്യണം. ഇത് മാസത്തിലൊന്ന് വീതം ആവർത്തിക്കുക. അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഭൂമി, വീട് എല്ലാം ഉണ്ടായി വരും. കേസ്, നമ്മളിപ്പോൾ ഭൂമി സംബന്ധമായ കേസ് അല്ലെ ഏതെങ്കിലും കേസ്, അതിൽ നിന്നൊക്കെ വിടുതലുണ്ടാകും. നമ്മളെ ചുറ്റിപ്പറ്റിയ എല്ലാ നെഗറ്റീവ് എനർജികളും മാറിക്കിട്ടും. ഓം വേൽ മുരുക, അതിനപ്പുറത്തൊന്നുമില്ല. ഈ വേൽ, മുരുകന്റെ വേൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുണ്ടലിനി ശക്തി തന്നെയാണ് കേട്ടോ. കുണ്ടലിനി ശക്തി തന്നെയാണ് മുരുകന്റെ വേൽ കേട്ടോ. അതാണ് അതിന്റെ രഹസ്യം. നമ്മളുടെ കുണ്ടലിനി ശക്തിയിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ മുരുകന്റെ ആയുധം നമ്മുടെ സംരക്ഷണമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വേലിന്റെ ഒരു രഹസ്യം. പിന്നെ മയിലെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചപ്രാണൻ തന്നെയാണ്. മുരുകനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ. ഞാനതൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്, കുറച്ചൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇനിയും ഒരു കാര്യം പറയുന്നത് ഒരു ശിവരഹസ്യമാണ്. ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊരു മന്ത്രം ജപിക്കുക. ശിവന്റെ ശിവായ നമ നീട്ടണം, ശിവ എന്നുള്ളത് നീട്ടണം. ശിവായ നമ, അത് മനസ്സങ്ങ് ലയിച്ചു ചേരണം. ശിവായ നമ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എത്രയും നീട്ടാമോ അത്രയും നീട്ടാമോ, നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ശിവായ നമ, ശിവായ നമ, ശിവായ നമ. ആ വാ നീട്ടിയിട്ട് യാ പറയണം. ശിവായ നമ. കഴിവതും എത്രയും നീട്ടാവുന്നോ അവനവനെ കൊണ്ട് നീട്ടി ജപിക്കുക. ഈ നീട്ടുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ ലയിക്കും. നമ്മുടെ മനസ്സ് അതിൽ ലയിക്കുമ്പോൾ നമ്മൾ ആരിലാ? ശിവന്റെ ആ ഭഗവാനിൽ മനസ്സുകൊണ്ട് ലയിക്കും. ആ ലയം നടന്നു കഴിയുമ്പോൾ നമ്മുടെ കർമ്മദോഷം ഇല്ലാതാകും, നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും നമ്മളിൽ ഉണ്ടാകും. മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്ത് കുബേരനും മഹാലക്ഷ്മിയും ഒക്കെ അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ ജീവിതം അതോടുകൂടി മാറിക്കിട്ടും. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യാം. വാ കൊണ്ട് ജപിക്കണം. ശിവായ നമ, ശിവായ നമ. മനസ്സുകൊണ്ട് അതിലങ്ങ് ലയിക്കണം. ആ നീട്ടുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ ലയിച്ചു പോകണം. ശിവായ നമ, ശിവായ നമ. നമ്മുടെ ജീവിതത്തിലെ സകല മാറ്റങ്ങൾ, സകല പ്രതിസന്ധികളും മാറും എന്നുള്ളതാണ്. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇനിയും ഇത് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞ് വീണ്ടും ഓം ചേർത്ത് ജപിക്കണം. ഓം എന്നുള്ള അധികം നീട്ടണ്ട. ഓം ശിവായ നമ, ഓം ശിവായ നമ, ഓം ശിവായ നമ, ഓം ശിവായ നമ. പരമമായ വിദ്യ പറഞ്ഞത്. ഇത് ലോകത്ത് ആരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഭഗവാനിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ലയിക്കും. നിങ്ങളുടെ ജീവിതം ധന്യമായി. ഇതിനപ്പുറത്തൊരു അറിവില്ല, ഇതിനപ്പുറത്തൊരു അനുഭവമില്ല, അപ്പുറത്തൊരു ഐശ്വര്യമില്ല, ഇതിനപ്പുറത്തൊരു അനുഭവമില്ല. ലക്ഷങ്ങൾ കൊടുത്താൽ ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല. ആരും പറഞ്ഞു തരത്തില്ല. കാരണം ഇത് പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഇത് അറിയാമെങ്കിലല്ലേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അത് തമ്പുരാൻ വിചാരിക്കണം. എന്നുള്ളത് എൻ്റെ അറിവൊന്നുമല്ല, ഇത് ഈശ്വരൻ തരുന്ന. എനിക്കൊരു അറിവുമില്ല. ഭഗവാന്റെ ഭാഗത്ത് എല്ലാം സമർപ്പിക്കണം. അമ്മയുടെ ഭാഗത്ത്, പാർവതിദേവിയുടെ ഭാഗത്തിന് സമർപ്പിക്കുന്നു. ഇനി അതീവ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞുതരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 കൈകളും ചേർത്ത് പിടിച്ച് ഉള്ളം കൈയിൽ നോക്കി വാ കൊണ്ട് ജപിക്കുക. ഐ എം ക്ലെയിം, ഐ എം ക്ലെയിം, ഐ എം ക്ലെയിം, ഐ എം ക്ലെയിം. നിത്യേന രാവിലെ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ജപിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. എത്ര സമയം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം.
അയം ക്ലെയിം, അയം ക്ലെയിം, അയം ക്ലെയിം, അയം ക്ലെയിം ലയിച്ചു ജപിക്കുക. പടിഞ്ഞാട്ടിരുന്ന് ജപിക്കണം, വടക്കോട്ടിരുന്ന് ജപിക്കണം. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിവ്യ അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. ഈ അയിം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രഹസ്യമുണ്ട്. സരസ്വതി ബീജമാണ്, പക്ഷെ നിത്യ ഐശ്വര്യം ഉണ്ടാകും. സൂക്ഷ്മ ശക്തികളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് ഗുരുക്കന്മാരായിരിക്കും, പ്രപഞ്ച ശക്തികളായിരിക്കും, ദിവ്യ ദേവതകളായിരിക്കും, ഈശ്വരന്മാരായിരിക്കും. സൂക്ഷ്മ എനർജികളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ ലൈഫ് ഡെഫിനറ്റ് ആയിട്ട് ചേഞ്ച് വരും അന്ന് മുതൽ. ക്ലെയിം, ക്ലെയിം ഭദ്രകാളിയുടെ മന്ത്രത്തിലുണ്ട്, കൃഷ്ണന്റെ മന്ത്രത്തിലുണ്ട്. അറിവിന്റെ ബീജമാണ്, വശ്യതയുടെ ബീജമാണ്, ജ്ഞാനത്തിന്റെ ബീജമാണ് ക്ലെയിം. അയം ക്ലെയിം, അയം ക്ലെയിം, അയം ക്ലെയിം. വാഗൊണ്ട് രണ്ട് ഉള്ളംകൈയിലും നോക്കി മറ്റൊരു ചിന്തയില്ലാതെ ജപിക്കുക. നിത്യവും രാവിലെ പടിഞ്ഞാട്ടിരുന്ന് ജപിക്കണം, കിടക്കപ്പായിരുന്ന് വടക്കോട്ടിരുന്ന് ജപിക്കണം. പറ്റുന്ന അത്ര, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര സമയം ജപിക്കുക. നിത്യേന രാവിലെ ചെയ്യുക. ആ വ്യക്തിയുടെ ജീവിതം ഏറ്റവും സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. അപാരമായ വശ്യം ഉണ്ടാകും. സൂക്ഷ്മ ശക്തികളുടെ അനുഗ്രഹം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. ജീവിതം പിന്നെ വേറെ ലെവലാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. എല്ലാവർക്കും നന്മയുണ്ടാകും. നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ശരിയായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മൾ പ്രയത്നിക്കുക. നമ്മളുടെ കഴിവ് നമ്മൾ പ്രയത്നിക്കാതിരിക്കുന്ന ഏറ്റവും വലിയ ദൈവദോഷം. നമുക്ക് ദൈവം തന്ന കഴിവ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവദോഷം. ഏറ്റവും വലിയ പാപം അതാണ്. ഈശ്വരൻ നമുക്ക് തന്ന കഴിവ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. നമുക്ക് ഈശ്വരൻ തന്ന കഴിവ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരനുള്ള പ്രാർത്ഥന കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.